നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന, അതായത് 30/9/2024 നടന്ന ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രീഷ്യൻ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രീഷ്യൻ, അതായത് കാറ്റഗറി കോഡ് 040/2023, 252/2023, 672/2023 എന്നീ PSC പരീക്ഷകളുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോണത്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്കംസ്റ്റൻസസ് കറണ്ട് ഫ്ലോ ത്രൂ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് പോസിബിൾ? അത് സർക്യൂട്ട് ക്ലോസ്ഡ് കണ്ടീഷൻ ആണെങ്കിലും സഫിഷ്യൻറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് അവൈലബിൾ ആണെങ്കിലും, അതായത് സി ആണ് ആൻസർ, ബോത്ത് 1 and 2 എന്നുള്ളത്. ഇനി രണ്ടാമത്തെ: കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി, അത് കിലോ വാട്ട് അവർ ആണ്, അതിന് നമ്മളൊരു യൂണിറ്റ് എന്ന് പറയും. 3. ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ, അത് ഓംസിലോ ആണ്, V/I = R എന്നുള്ളത്. അതായത് V പ്രപ്പോസ് I അല്ലെങ്കിൽ V = കോൺസ്റ്റൻറ്റ് R × I, അതായത് B ആണ് ഉത്തരം, ഓംസിലോ. 4. 2 bulbs 200 watts and 100 watt both rated at 100 volt are connected in series to a 200 volts DC supply. Total power consumed by this circuit is ചെയ്തു വരുമ്പോൾ നമുക്ക് 266.67 കിട്ടും, അത്രയും വാട്ട്, അതായത് ഡി ആണ് ഉത്തരം. ഇനി 5. n number of resistance each of value r are connected in parallel. When these resistances are connected in series, equivalent resistance is increased by, അത് n² ആണ്, C. 6. A wire by resistance of R ohms is stretched such that its length becomes double, keeping the volume same. The new resistance will be, അത് 4 times ആവും, D ആണ് ഉത്തരം. 7. Which of the following properties does not hold good for a series circuit? സീരീസ് സർക്യൂട്ടിൽ കറൻസ് ആർ അഡിറ്റീവ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്, അതായത് A ആണ്. ഇനി 8. 50 numbers of dry cells each having 1.5 volt and internal resistance 0.2 ohm are connected in series across a 40 ohm resistor. Calculate the current through the resistor. അപ്പോൾ കറൻറ്റ് I = V/R ചെയ്യുക. അപ്പോൾ 1.5 ആംപിയർ കിട്ടും. ഇവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 0.2 ohm ഉണ്ട്, സീരീസ് ആയതുകൊണ്ട് അത് നമ്മൾ അതെല്ലാം കൂടെ കൂട്ടണം. പിന്നെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 40 ohm അതുണ്ട്. ഇനി 9. A resistor of 10 ohm is connected in series with a combination of 60 ohm and 30 ohm in parallel. A voltage of 220 volt is applied across the whole circuit. Determine the current taken from the supply. ചെയ്തു വരുമ്പോൾ നമുക്ക് 7.33 ആംപിയർ A ആണ് ആൻസർ. 10. Which one of the following lamps has the lowest resistance? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ 220 volt 200 watt എന്നുള്ളതാണ്, D ആണ്. അതായത് പവർ P = V²/R വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് D കിട്ടും. ഇനി 11. വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഈസ് കോൾഡ്, അത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റ് ചാർജിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് പൊട്ടൻഷ്യൽ, B ആണ്. 12. ദ ടേം അനലോഗസ് ടു ഇലക്ട്രിക് കറന്റ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ്, അത് ഫ്ലക്സ് ആണ്, C. 13. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ് ഇൻ എ കോയിൽ റൊട്ടേറ്റിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ, അത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, C ആണ്. 14. If 3 different capacitors are connected in series to a DC supply, the greater voltage will appear across the capacitor having smallest capacitance, B ആണ്. 15. 3 equal capacitors are provided. In which of the following combination least equivalent capacitance value will be obtained? അപ്പോൾ സീരീസിലാണ്, റെസിസ്റ്റൻസ് എൻ്റെ കേസാണെങ്കിൽ അത് പാരലലാണ്, ഇവിടെ ഓൾ ആർ ഇൻ സീരീസാണ്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റേഴ്സാണ് തന്നേക്കുന്നത്, അതുകൊണ്ട് ഓൾ ആർ ഇൻ സീരീസ്, അപ്പോൾ A ആണ് ഉത്തരം. 16. ആസ് പെർ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ 4 finger ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, D ആണ്. 17. 2 coils of inductance L1 and L2 are placed adjacent to each other such that the magnetic flux in coil 1 is completely linked with coil 2. The mutual inductance between the two coils is √L1 L2, A ആണ്. 18. Which one of the following components will oppose changes in current through the circuit? അത് ഇൻഡക്റ്റൻസ് ആണ്, B ആണ്. 19. 3 capacitors having capacitance 2
Farad, 3 farad and 4 farad respectively are connected in series and in parallel. Calculate the equivalent capacitance for each combinations. അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ നമുക്ക് 0.923 farad in series and 9 farad in parallel എന്നുള്ളത് കിട്ടും. C ആണ്. 20. It is found that when the current through an inductive coil decreases from 8 ampere to 0 in 0.4 seconds, a 40 volt EMF is induced in it. The inductance of the choke coil is 2D ആണ് വരിക. 21. Two sinusoidal current are given by the equation I1 equals 30 sin omega t plus pi by 3 and I2 equals 50 sin omega t minus pi by 4. The phase difference between the current is A ആണ് 105 degree. 22. An AC supply of frequency 50 Hz is connected to a capacitor offered a reactance of 10 ohm. If the frequency is increased to 100 Hz, reactance become 5 ohm ആയിട്ട് മാറും. B ആണ് ആൻസർ. 23. In a parallel resistance inductance RL circuit, if IR is the current in the resistor and IL is the current in the inductor, then A ആണ് IR lag IL by 90 degree. 24. In an AC series circuit, higher Q factor indicate D ആണ് narrower its pass band എന്നുള്ളത്. 25. The symbol J represent counterclockwise rotation vector through 90 degrees B ആണ്. 26. The phase sequence of a three-phase is reversed to the three-phase load, then C ആണ് phase currents changed in an angle but not in magnitude എന്നുള്ളത്. 27. The main problem occur in a low power factor circuit is B ആണ് current required for a given load power higher. 28. For the same rating, the size of a three-phase motor will be A ആണ് less in size. 29. 3 resistors are connected in delta and 3 phase supply given to that circuit, then one resistor is open, power will be reduced by 1/3. B ആണ്. 30. If the B phase of a 3-phase star connected alternator become reverse connected by mistake, it will not affect B ആണ് VRY എന്നുള്ളത്. 31. The meter that is suitable only for direct current measurement is C ആണ് permanent magnet type. 32. The damping torque acts on the moving system of an indicating instrument only when it is moving. D ആണ്. 33. The full scale deflection current of a moving coil instrument is about 50 milliampere. A ആണ്. 34. Maxwell Wien bridge is used for measuring inductance. C. 35. The main purpose of an instrument transformer used in AC measurement is C. Extend the range of an instrument. 36. A 10 megahertz CRO has D ആണ് 10 megahertz horizontal oscillator. 37. The two pressure coils of a single phase power factor meter have same dimensions and the same number of turns. A ആണ്. 38. An insulation measure is usually D ആണ് moving coil type instrument. 39. Which instrument is most suitable for the measurement of 10 millivolt at 50 megahertz? C ആണ് CRO. 40. Output of a digital multimeter is D electrical quantity. 41. Which is the best fire extinguisher used for subsiding the fire on electrical equipment? A. Liquid carbon dioxide. 42. Which of the following is not a first aid treatment for an electric shock? D. Give water to the victim to drink എന്നുള്ളത്. 43. The rated voltage of a standard lead acid cell 2 volt ആണ് C. 44. Battery capacity depends on size and number of plates, quantity of active material present, quantity of electrolyte. അപ്പോൾ all of the above. D ആണ്. 45. The most common type of rechargeable battery used in electric vehicles, lithium ion battery. C ആണ്. 46. Which of the following material is used for making solar cell? D. Silicon. 47. Solar cell converts light energy into electrical energy. B ആണ്. 48. Which of the following device is having least tripping current? ELCB. B ആണ്. 49. A typical output of a single junction silicon solar cell is 0.6 volt. A ആണ്. 50. A safety device is used in electric circuit for protecting the operator equipment electric circuit. അപ്പോൾ D ആണ് all of the above. 51. The purpose of an electric circuit breaker is B. To protect an individual electrical circuit from excessive current flow. 52. Resistance of a wire is directly proportional to its length ആണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് B ആണ്.
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഏരിയ. 53 ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് നോൺ ആസ്, അതായത് 1/ρ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി സിഗ്മ സി ആണ്. 54 വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ യൂസ് ആസ് എ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ? ഡി ആണ് TP/dt. കാൻഡില ഈസ് ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി സി ആണ്. ടങ്സ്റ്റൺ ഈസ് യൂസ്ഡ് ആസ് ഫിലമെൻറ്റ് ഇൻ ക്യാൻഡിൽസ് ആൻഡ് ലാംപ്സ് എ ആണ്. ദ റീവയറബിൾ ഫ്യൂസസ് ആർ സ്റ്റാൻഡർഡൈസ് ഫോർ റേറ്റഡ് കറൻറ്റ് അപ് ടു 200 ആംപിയർ ബി ആണ് ഉത്തരം. 58 ദ റേഷ്യോ ഓഫ് ഇലുമിനേഷൻ അണ്ടർ നോർമൽ വർക്കിംഗ് കണ്ടീഷൻ ടു ദ ഇലുമിനേഷൻ വെൻ എവറിത്തിങ് ഈസ് ക്ലീൻ ഈസ് നോൺ ആസ് എ ആണ് ഡിപ്രീസിയേഷൻ ഫാക്ടർ എന്നുള്ളത്. 59 വിച്ച് ടൈപ്പ് ഓഫ് എർത്തിങ് ഈസ് പ്രിഫേർഡ് അറ്റ് places where soil is rocky with earth bed over it? Strip earthing C ആണ്. 60 the initial color of a sodium vapor lamp when it is switched on, അത് pink A ആണ്. 61 the greatest eddy current loss occurs in armature poles of DC machine D ആണ്. 62 in which of the following method the supply voltage to the separately excited DC motor is reversed? D ആണ് forward plugging എന്നുള്ളത്. 63 the rheostatic speed control method of DC machine is very C ആണ് unsuitable for rapidly changing loads. ഇനി 64ാമത്തെ പ്രോബ്ലത്തിന് ഹിസ്റ്ററിസിസ് ലൂപ്സ് ഫോംഡ്, അതിൻ്റെ നമ്പർ D50 ആണ്. 65 വിച്ച് ഓഫ് ദ ഫോളോയിങ് DC മോട്ടോഴ്സ് ക്യാൻ റൺ ഓൺ സീറോ സ്പീഡ് റെഗുലേഷൻ ഈവൺ അറ്റ് ലോഡഡ് കണ്ടീഷൻ? ബി ആണ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോർ. 66 ടൈപ്പ് ഓഫ് DC ജനറേറ്റർ ഫോർ ആർക്ക് വെൽഡിംഗ് ഈസ് D ആണ് ഡിഫറൻഷ്യലി കോമ്പൗണ്ട്. 67 ദ ലൈൻ റെപ്രസെൻറ്റിംഗ് ദ ക്രിറ്റിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ DC ജനറേറ്റർ ജസ്റ്റ് ടച്ചസ് ഇസ് OCC സി ആണ്. 68ാമത്തെ ഇതിന് ഫ്രീക്വൻസി മാഗ്നറ്റിക് ഇതുള്ളത് F=NP/120 A ആണ്. 69 സ്വിൻബേൺസ് ടെസ്റ്റ് cannot be performed on which of the following motors? സീരീസ് DC മോട്ടോർ B ആണ്. 70 the torque speed characteristic of a DC shunt motor is B ആണ് a drooping straight line. 71 the starting torque of 3-phase induction motor is directly proportional to square of supply voltage എന്നുള്ളത് C ആണ്. 72 auto transformer can do the following: setup voltageും സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജും സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജും, അതായത് C ആണ്. 73 the maximum value of torque angle of synchronous motor 90 degree B ആണ്. 74 when an induction motor is running at full load rotor reactance is comparable to rotor resistance A ആണ്. ഇനി 75ാമത്തേന് വിച്ച് ടൈപ്പ് ഓഫ് ഓൾട്ടർനേറ്റർ ഈസ് യൂസ്ഡ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ? സാലിയൻ പോൾ D ആണ്. 76 ഓൾ ഡേ എഫിഷ്യൻസി ഈസ് മെൻ ടു ജഡ്ജ് ദ പെർഫോമൻസ് ഓഫ് എ ട്രാൻസ്ഫോമർ ഡിസ്ട്രിബ്യൂഷൻ A ആണ്. 77ാമത്തെ പ്രോബ്ലത്തിന് 0.5 ആംപിയർ A വരും. ഇനി ട്രാൻസ്ഫോംസ് C ആണ് പവർ. ഇനി 79ാമത്തേന് എയ്റ്റ്സ് ദ റോട്ടോർ ഫ്ലക്സ് എന്നുള്ളതാണ് ആൻസർ. 80ാമത്തെ പ്രോബ്ലത്തിന് 100 വാട്ട് A ആണ് വരിക. 81ാമത്തേന് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് നോട്ട് ഫ്രീ ഫ്രം റേസ് അറൗണ്ട് കണ്ടീഷൻ, അത് SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ് B ആണ്. 82ാമത്തെ 01010 എന്നുള്ള D ആണ് ആൻസർ. 83ാമത്തെ പ്രോബ്ലം 01010 B ആണ്. 84 12.8 വരിക B ആണ്. 85 0 ആണ് വരിക. 86 A ആണ് സിങ്ക്രോണസ് കൗണ്ടർ എന്നുള്ളത്, കൗണ്ടർ ഹാവിങ് മോസ്റ്റ് സ്പീഡ് A ആണ്. 87ാമത്തെ B ആണ് 7 ഹാഫ് അഡ്രസ് ആൻഡ് 3 ഓർ ഗേറ്റ് ആണ്. 88ാമത്തെ D15 ആണ് വരിക. 89 ഈ ഓർ ഗേറ്റ് നോട്ടും ഓറും നോർ ഗേറ്റിൻ്റെ ഇത് വരിക A=0 B=010 D ആണ്. 90ാമത്തെ പർപ്പസ് ഓഫ് ഫ്ലക്സ് ഇൻ സോൾഡറിങ് കീപ് ദ മെറ്റൽ സർഫസ് ക്ലീൻ ആൻഡ് ഓക്സൈഡ് ഫ്രീ C ആണ്. 91ാമത്തെ ലോവർ പീക്ക് ഇൻവേഴ്സ് റിക്വയർമെൻറ്റ് ഫോർ ഡയോഡ് എന്നുള്ള D ആണ്. 92 JFET വെൻ പ്രോപ്പർലി ബയാസ്ഡ് ആക്ട് ആസ് വോൾട്ടേജ് കൺട്രോൾ കറണ്ട് സോഴ്സ് D ആണ്. 93 സാച്ചുറേറ്റഡ് C ആണ്. 94 ഡയാക് ഈസ് ഈക്വലൻ ടു എ പെയർ ഓഫ് SCRs D ആണ്. 95ാമത്തേന് ബോത്ത് A ആൻഡ് B രണ്ടും കറക്റ്റാണ്, അപ്പോൾ C ആണ് ഉത്തരം. 96 ദ സ്ട്രക്ചർ ഓഫ് IGBT ഈസ് PN സ്ട്രക്ചർ കണക്റ്റഡ് ബൈ എ മോസ് ഗേറ്റ് എന്നുള്ളത് A ആണ്. 97 സ്നൂബർ സർക്യൂട്ട് ഈസ് യൂസ് ടു B ആണ് ലിമിറ്റ് ദ റേറ്റ് ഓഫ് റൈസ് വോൾട്ടേജ് അക്രോസ് SCR എന്നുള്ളത്.
98 ദ ഇൻട്രൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ഓഫ് എ യു ജെ ടി ക്യാൻ ബി 0.7 C ആണ്. ലാർജർ ദ വാല്യൂ ഓഫ് ഫിൽട്ടർ കപ്പാസിറ്റർ 99 B ആണ്. ലാർജർ വിൽ ബി ദ വാല്യൂ ഓഫ് പീക്ക് കറൻറ്റ് ഇൻ ദ റെക്ടിഫയിങ് ഡയോഡ്. 100 വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് മേക്സ് ആൻ ഓൺലൈൻ യു പി എസ് ഡിഫറെൻറ്റ് ഫ്രം ഓഫ്ലൈൻ യു പി എസ് എന്നുള്ള സ്റ്റാറ്റിക് സ്വിച്ച് ആണ്, B ആണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.